എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ വീഡിയോയിൽ ദർശനത്തിൻ്റെ മാഹാത്മ്യം അവതരിപ്പിക്കാൻ വേണ്ടിയാണ് താല്പര്യപ്പെടുന്നത്. പ്രസിദ്ധ തത്വചിന്തകനായിരുന്ന തിരുവള്ളുവറിൻ്റെ മഹത്വാക്യമായ എല്ലാ വിളക്കുകളും വിളക്കുകളാകില്ല, സത്യമാകുന്നു ഏറ്റവും മഹത്തായ വിളക്ക് എന്നതിനെ പറ്റിയുള്ള ആ മൂല്യത്തെ പറ്റിയുള്ള ഒരു വിവരണമാണ് താല്പര്യപ്പെടുന്നത്. തുടക്കത്തിൽ ഈ വാക്യത്തിന് എനിക്ക് അത്രയും വലിയ മൂല്യമുണ്ടെന്ന് തോന്നിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം സ്കൂളിൽ എൻ്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടി പോയത്. ആ സമയത്ത് സ്കൂളിൻ്റെ മുൻഭാഗത്ത് ഈ വരികൾ അവിടെ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് വരികൾക്കിടയിൽ വായിച്ചു നോക്കുകയും ഞാൻ അറിയാതെ തന്നെ എൻ്റെ മനസ്സ് ഈ വരികളെ പ്രദക്ഷിണം വെപ്പിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഇതിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കാൻ പറ്റിയത്. അത് ഒരു ഉപസംഭവത്തിലൂടെ ഞാൻ അവതരിപ്പിക്കാം. അതായത്, ഒരു ഗ്രാമത്തിൽ രണ്ട് സുഹൃത്തുക്കൾ അവരുടെ മോഷണം എന്ന ക്രിയ പൂർവാധികം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ക്രിയ ഒരു ദിവസം ചെയ്തു വരുമ്പോൾ അവിടെ ഒരു തടസ്സം വന്നു. ആ തടസ്സം ഇപ്രകാരമായിരുന്നു. കൂരിരുട്ടായിരുന്നു അവിടെ. കൂരിരുട്ടിൽ ഇവരെന്ത് ചെയ്യും? മോഷ്ടിക്കാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊരു സുഹൃത്ത് കരുതി കൈവശം വെച്ചിരുന്ന വിളക്കുണ്ടല്ലോ, വിളക്ക് മോഷ്ടിക്കാൻ വേണ്ടി പോകുന്ന സുഹൃത്തിന് പിടിച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറായി. അതിൻ്റെ പിന്തുണയിൽ അദ്ദേഹം മോഷണം നല്ല വിജയകരമായി പൂർത്തിയാക്കി. ചരിത്രാതീത കാലം മുതൽ തന്നെ വിളക്കിന് സത്യം, ഐശ്വര്യം, ഭക്തി തുടങ്ങിയ പുണ്യമായ പ്രതീകമായിരുന്നു മനുഷ്യന് കൊടുത്തിരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ മോഷണത്തിന് വേണ്ടി പിടിച്ചു കൊടുത്ത മറ്റൊരു മോഷ്ടാവായ സുഹൃത്ത് പിടിച്ചു കൊടുത്ത ഈ വിളക്കുണ്ടല്ലോ, അതെങ്ങനെ വിളക്കാകുമെന്നാണ് ഈ വരികൾക്കിടയിലൂടെ സാക്ഷാൽ തിരുവള്ളുവർ ലോകത്തോട് വിളിച്ചോതുന്നത്. അതായത്, എല്ലാ വിളക്കുകളും വിളക്കുകളാകില്ല, സത്യമാകുന്നു ഏറ്റവും മഹത്തായ വിളക്ക് എന്നത്. അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു ദർശനത്തെ പറ്റി അവതരിപ്പിക്കാം. ഓക്കെ.